അതിരിക്കുന്ന മോളെ ബുദ്ധി. അവസാനം അവനെ നിനക്ക് കാണൂ. എനിക്കാരുടെ സഹായവും വേണ്ട, തുണയും വേണ്ട. എത്രയോ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതുപോലെ താമസിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പ ചോദിക്കും, പിന്നെ എന്തിനാ വിശാലിനെ പലതിനും വിളിക്കുന്നതെന്ന്. ഒരു പരിചിതൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, ആ ഒരു സ്ഥാനത്ത് മാത്രമേ വിശാലിനെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ എന്റെ ശ്രുതിമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് ഒരിക്കലും ഞാൻ വിശാലിനെ കാണുന്നില്ല. അങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല. എന്റെ മോൾക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ, അത് നിരഞ്ജന. അതങ്ങനെയല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയും. എനിക്ക് നിന്റെ അത്ര പഠിപ്പും വിവരവും ഒന്നുമില്ല. എന്നാലും പറയാ, നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും അവസാന തീരുമാനം അത് വരുന്നത് മുകളിൽ നിന്നാ. ദൈവം തമ്പുരാന്റെ തീരുമാനം എന്താണെന്നറിയാതെ വെല്ലുവിളിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ശ്രുതിമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് വിശാല് വരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആരെതിർത്താലും ഇല്ലെങ്കിലും ദൈവം ഒരിക്കലും അങ്ങനെ തീരുമാനിക്കില്ല. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ചേച്ചി, ഞാൻ കോടതിയിലേക്ക് പോവാ. ഇന്നാ വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ബാക്കിയെല്ലാം വിധി പോലെ വരും. ഞാനും വരുന്നുണ്ട് കോടതിയിലേക്ക്. വേണമെന്നില്ല. പിന്നെ വരുന്നത് കൊണ്ട് എനിക്ക് എതിർപ്പുമില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഒരു ശുഭവാർത്ത കേൾക്കാൻ പറ്റട്ടെ. യഥാർത്ഥ ശുഭവാർത്ത ഡിവോഴ്സ് അനുവദിക്കുന്ന ദിവസേ വരൂ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം. ആരാ ഈ വിഷ്ണു? അതൊക്കെ ഉണ്ട്. അവനിപ്പോ എവിടെയാ? അതൊക്കെ എന്തിനാ ചേച്ചി അറിയുന്നേ? പിന്നെ ഞാൻ അറിയണ്ടേ? നിനക്ക് പറഞ്ഞ എന്താ കുഴപ്പം? എന്റെ ചേച്ചി, വിഷ്ണു എന്ന് പറയുന്നവൻ എന്റെ ഫ്രണ്ടാ. ചെയ്യാത്ത തെറ്റിന് അവനിപ്പോ ജയിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുക. ചെയ്യാത്ത തെറ്റിനോ? എന്തിനാ നീ നുണ പറയുന്നത്? വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് അവനല്ലേ? ആ കേസിലല്ലേ അവനകത്ത് കിടക്കുന്നത്? അതെ, അതൊന്നും ചേച്ചി അറിയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി അറിയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ചേച്ചി, വിഷ്ണു നല്ല ഒന്നന്തര ഫ്രോഡാ ചേച്ചി. അവനുമായിട്ട് എവിടെ ചങ്ങാത്തം. ആണോ? ആ, അത് ഞാൻ മാറ്റി കൊടുത്തോളാം. പോമ്പയ്ക്കോ? മോളെ, ഈ ഗ്ലാസ് അങ്ങ് വെച്ചേര്. മോളിങ്ങി വന്നേ, ഇങ്ങോട്ട് അടുത്ത് വന്നേ. നുണ പറയുന്നവർക്കേ ഇതാ ശിക്ഷ. ഇതെന്തിനാ ഇപ്പൊ അടിച്ചേ? നീ എന്നോട് 2 നുണ പറഞ്ഞു. ഒന്ന്, വിഷ്ണു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. 2, വിഷ്ണു നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അവൻ നിന്റെ ഫ്രണ്ടാണോ? എടി, ആണോന്ന്? ആണ്. അല്ല. പിന്നെ ആരാ? അവൻ നിന്റെ ഫ്രണ്ട് അല്ല. പിന്നെ ആരാന്ന്? അവൻ നിന്റെ ഫ്രണ്ട് ആവാൻ പാടില്ല. ഒരു ഫ്രോഡ് എങ്ങനെയാടി നിന്റെ ഫ്രണ്ട് ആവുന്നേ? അങ്ങനെയാണെങ്കിൽ നീയും ഫ്രോഡാണല്ലോ. നീ ഫ്രോഡാണോ? അല്ല. അപ്പൊ വിഷ്ണുവോ? ആരാ അവൻ നിന്റെ ഫ്രണ്ട്? അല്ല. ഫ്രണ്ട് അല്ല. ഇപ്പൊ ശരിയായി. അല്ല, ഫ്രണ്ട് അല്ലാത്ത ഒരുത്തനോടെ നിനക്കെന്താ ഇത്ര അടുപ്പം? അതിനുള്ള ഉത്തരം പിന്നെ കണ്ടുപിടിക്കാം. ഇപ്പൊ നീ പോയി എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വാ.
ചെല്ലടി ചെല്ലടി. ആ ഡോക്ടറെ. ആ വിശാൽ, എനിക്കൊരു ഉപകാരം ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത്. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എന്നാലും വിശാലിനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഡോക്ടർ കാര്യം പറ. വേറൊന്നുമല്ല, ഇന്ന് സുതിമോളുടെ സ്കൂളിലെ PTA മീറ്റിംഗാ. ഓ, ഞാനും അക്ഷരയും പോകേണ്ടതാ. എനിക്കൊരു അത്യാവശ്യം. ഒറ്റയ്ക്ക് പോകാൻ അക്ഷരയ്ക്കൊരു മടി. ഒന്ന് കൂടെ ചെല്ലാവോ? മാതാപിതാക്കൾ വരണമെന്നാ സ്കൂൾ റൂള്. അല്ല ഞാൻ മതിയോ? മതി. അല്ല അക്ഷര അവിടെ സമ്മതിക്കോ? സമ്മതിക്കാനെന്താ, സമ്മതിക്കും. വിശാല് നേരെ വീട്ടിലേക്ക് പോയാൽ മതി. അല്ല അത് സാറൊന്നും പറയില്ല. ആവശ്യം ഇതായി പോയില്ലേ? നിങ്ങൾക്കാർക്കും പരാതിയൊന്നുമില്ലെങ്കിൽ ഞാൻ പോവാം. ശ്രുതിമോക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്കിഷ്ടം. അന്ന് പൊന്മുടി പോയത് ഓർമ്മയില്ലേ? ഉണ്ട്. മോളാണെങ്കിൽ വിശാല് കൂടെ ഉണ്ടെങ്കിൽ കംഫർട്ടായിരിക്കും. അതാ ഞാൻ വിളിച്ചത്. അല്ല ഡോക്ടർ തിരക്കിലാണെന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ നുണ പറയാണെന്ന് വിചാരിച്ചോ? അല്ല ഈയിടെയായിട്ട് അല്ലേ വേണ്ട, ആ വിഷയം നമുക്ക് സംസാരിക്കണ്ട. ഞാൻ പൊയ്ക്കോളാം. താങ്ക് യു വിശാൽ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്? ശ്രുതിമോളുടെ കൂടെ ഇരിക്കാൻ അവസരം ഒരുക്കി തരുന്നത് ഡോക്ടറല്ലേ? അതിന് ഞാൻ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാം കാലത്തിന്റെ കളിയാ വിശാലെ. ബന്ധങ്ങൾ പിരിക്കുന്നതും പിന്നെ അടുപ്പിക്കുന്നതും ഒക്കെ കാലത്തിന്റെ ഒരു ഹോബിയാ. നിന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മനുഷ്യരായി പോയില്ലേ? നിസ്സാരരായ വെറും മനുഷ്യര്. അത് ഞാൻ പ്രത്യേകം ഇനിയും പറയണം. പോയി ചായ എടുത്തിട്ട് വാടി.